ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ജോർദാൻ നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേ കിരണേ. ജോർദാൻ നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേ കിരണേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നിറയണമേ നിറയണമേ. നിറയണമേ ആമേൻ. കവിയണമേ കവിഞ്ഞൊഴുകണമേ. പഠിക്കേ. നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചൊന്ന് സ്തുതിച്ചേ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അഭിഷേകത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നിങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സാധാരണ പങ്കെടുക്കുന്നതിനേക്കാളും അല്പം ഏകാഗ്രതയോടെ ഗൗരവത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ഇനി ശ്രദ്ധിച്ചേ, കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ലഭിക്കുന്ന 5 അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു ഭക്താഭ്യാസ പ്രകടനമല്ല, ചൊല്ലാൻ വേണ്ടി ചൊല്ലേണ്ടതല്ല, മറിച്ച് ഇത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ അത്രമേൽ ശക്തമായി നമ്മൾ വിശ്വസിക്കണം, കർത്താവെ, ഇത് ഞാൻ വെറുതെ ചൊല്ലുന്നതല്ല, മറിച്ച് ഇത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ എന്നിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. എഴുതിയൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ കുരിശിന്റെ വഴി എന്നുള്ള ഈ പ്രാർത്ഥന പ്രചരിപ്പിക്കുന്നതും നമ്മുടെ കുടുംബങ്ങളിൽ അനുദിനം ചൊല്ലുന്നതും വലിയ വിടുതലിൻ്റെ പ്രാർത്ഥനയാണ്. വലിയ വിടുതലിൻ്റെ പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ 5 കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം, അതായത് കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ കാഠിന്യം, കട്ടിപിടിച്ച ഹൃദയങ്ങൾ ഇതാ അലിയാൻ തുടങ്ങും. ഹൃദയത്തിൻ്റെ കാഠിന്യം കുറയും. കാരണം നമ്മൾ ധ്യാനിക്കുന്നത് യേശു നമ്മളെ കുരിശോളം സ്നേഹിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്താ? കട്ടിപിടിച്ച നമ്മുടെ ഹൃദയത്തിന്റെ ഭാരത്തെ കർത്താവ് ശാന്തമാക്കാൻ തുടങ്ങും. അടുത്ത പ്രാവശ്യം നിങ്ങൾ കുരിശിന്റെ വഴി ചെല്ലുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവെ, എൻ്റെ ഹൃദയത്തിന്റെ കാഠിന്യം കുറയ്ക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ചിലരെ കുറിച്ച് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? ഓ, ഇയാൾക്കൊരു ഹൃദയവുമില്ലേ, ഇയാളുടെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കല്ലാണോ,
അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അയാൾക്ക് ഹൃദയമില്ലെന്നാണോ? അല്ല, എന്തില്ലെന്നാ? അയാളുടെ ഉള്ളിൽ സ്നേഹമില്ല. അയാളുടെ ഉള്ളിൽ സ്നേഹമില്ല. ചിലരുടെ കട്ടി പിടിച്ചതാന്നൊക്കെ പറയും. ഓ, ഇത് ഇങ്ങനത്തെ ഒരു സാധനം ആയിപ്പോയല്ലോ എന്നൊക്കെ വീട്ടിൽ പറയത്തില്ല. ഇത് ഇങ്ങനത്തതായിപ്പോയല്ലോ, ഇതെന്താ ഇങ്ങനത്തത്? കല്ല് പോലത്തെ ഒരു മനുഷ്യൻ, ഒരു മാറ്റവും ഇല്ല, ഒരു ചലനവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഈ കട്ടി പിടിച്ച അവസ്ഥ അത് ശാന്തമാകാൻ തുടങ്ങും, നോർമൽ സ്റ്റേജിലേക്ക് എത്തും. ഒരു വചനം പഠിക്കാം. എസക്കിയേലിന്റെ പ്രവചനം 11-ാം അധ്യായം 19-ാം തിരുവചനം. ബുക്ക് ഓഫ് എസക്കിയേൽ ചാപ്റ്റർ 11 വേഴ്സ് 19. 11-ാം അധ്യായം 19-ാം തിരുവചനം. അറിയാവുന്ന വചനമാണ്, ഒച്ചത്തിൽ പറഞ്ഞോളൂ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. പലതകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഈ വചനം സ്വീകരിക്കാം. ഉച്ചത്തിൽ പറഞ്ഞ് എസക്കിയേലിന്റെ പ്രവചനം 11-ാം അധ്യായം 19-ാം തിരുവചനം. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. ആ വലതകരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്, എന്നിൽ അത് സംഭവിക്കട്ടെ. എന്നിൽ അത് സംഭവിക്കട്ടെ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നിന്നിൽ അത് സംഭവിക്കട്ടെ. അതായത് കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു വ്യക്തിയുടെ കട്ടി പിടിച്ച ഹൃദയത്തെ കർത്താവ് സോഫ്റ്റ് ആക്കി മാറ്റും. നിന്റെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കും. ഇത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ചിലരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. സ്നേഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവിന് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹിച്ചിരുന്നതാണ്, പക്ഷെ ഇപ്പൊ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്താന്ന് അറിഞ്ഞുകൂടാ, സ്നേഹിക്കാൻ പറ്റുന്നില്ല. മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവര് നമ്മളോട് പറഞ്ഞ ചില കാര്യം, അവര് പ്രവർത്തിച്ച ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭാരം. അപ്പൊ അതുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സ്നേഹിക്കാൻ പറ്റാത്ത മേഖലകളുള്ളവർ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് കുരിശിന്റെ വഴി പ്രാർത്ഥന. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയും, ഹൃദയത്തിന്റെ കാഠിന്യം കുറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉള്ളിൽ പാപബോധം വളരും. നമ്മുടെ അവസ്ഥയെ പരിശുദ്ധാത്മാവ് കൃത്യമായി ഓർമ്മയിൽ കൊണ്ടുവരും. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതാണല്ലോ നമ്മുടെ പൊതുവേ ഉള്ളൊരു ശൈലി. ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ആരും ശരിയല്ല. എന്നാൽ നന്നായി കുരിശിന്റെ വഴിയൊന്ന് ധ്യാനിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു കൃപ എന്താണെന്നറിയാവോ? എൻ്റെ പാപ അവസ്ഥകള് പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവന്ന് തരും. ഒരു വചനഭാഗം വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 3 വേഴ്സ് 19. 19-ാം തിരുവചനം. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് നേറ്റു പറയാമല്ലോ എല്ലാവരും. ആയതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. ഒന്നും കൂടെ പറയാമല്ലോ. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. ഹല്ലേലൂയ. അതായത് ഇതാ ശിഷ്യന്മാര്, ആദിമ ക്രൈസ്തവ ജനത, അവര് പ്രസംഗിച്ചത് എന്തിനെ കുറിച്ചാണ്? ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. കുരിശിന്റെ വഴിയാണ് അവര് ദൈവജനത്തെ പഠിപ്പിച്ചത്. അവര് പോയ ഇടങ്ങളിലൊക്കെ അവരുടെ പ്രസംഗത്തിന്റെ ഒരേ ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് അത്? കുരിശിൽ തൂങ്ങപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ ദൈവജനത്തെ അവര് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്തിനാ?
നീ എന്നും കുരിശിനെ ധ്യാനിക്കണം, കുരിശിലെ ഈശോയെ ധ്യാനിക്കണം. ഈ കുരിശിലെ ഈശോയെ ധ്യാനിക്കുന്നതനുസരിച്ച് അവരിലേക്ക് നിറയപ്പെട്ടത് ഈ പാപബോധം. അതായത് എൻ്റെ കുറവുകൾ, അത്രയും നാളും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി എന്നാൽ ദേ ഈ യേശുക്രിസ്തുവിനെ ധ്യാനിക്കുന്നതനുസരിച്ച് അവരുടെ ഉള്ളിൽ കൃത്യമായി ചില ബോധ്യങ്ങൾ നിറയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പാപബോധം മനസ്സിലാക്കുവാൻ, ബോധ്യത്തിൽ വളരാൻ കുരിശിന്റെ വഴി എന്ന സുന്ദരമായ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം വചനം പഠിപ്പിക്കുന്നത് കഷ്ടതകളിൽ സഹിക്കാൻ ഒരു ആത്മീയ ശക്തിയാണ് കുരിശിന്റെ വഴി. കഷ്ടതകളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, കഷ്ടതകളല്ലേ ഉള്ളൂ. ഈ കഷ്ടതകള് ഇത് സഹിക്കാൻ, ഇതിനൊന്ന് കൈകാര്യം ചെയ്യണമല്ലോ, ഇതിനെ സഹിക്കാനുള്ള ആത്മീയ ശക്തി, സ്പിരിച്വൽ പവറാണ് കുരിശിന്റെ വഴി എന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ സഹിക്കുന്നവര് വന്ന് ഈ കുരിശിൽ തൂങ്ങപ്പെട്ട ഈശോയെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുരിശിലെ ഈശോ നമ്മളോട് സംസാരിക്കും. ഈ പോട്ട ആശ്രമത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ടുണ്ട്. കുരിശിലെ ഈശോയെ ധ്യാനിക്കുന്നതനുസരിച്ച് നമ്മുടെ മുമ്പിലേക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ, ഈ പരിശുദ്ധ അൾത്താരയിൽ ഇവിടെയുള്ള ഈ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് എത്ര ആയിരക്കണക്കിന് മനുഷ്യരല്ലേ അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളത്. ഈ കുരിശ് സംസാരിച്ചതിനെ കുറിച്ചൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിന്റെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ഈ കുരിശ് നിന്നെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 18. 8-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം, 8-18 നമുക്കറിയാവുന്നതാണ്, വായിക്കാം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. കണ്ടോ, പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുക. പൗലോസ്ലീഹ എന്തിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്? ക്രൂശിതനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ടാ പൗലോസ്ലീഹ പറഞ്ഞത് കുരിശിന്റെ വചനം ഭോഷത്വമാണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക്, പക്ഷേ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ശക്തി എത്രേ. അതെന്ത് ശക്തിയാണ്? വചനം പഠിപ്പിക്കുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, പല വിധത്തിൽ സഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, അല്ലേ? ആണോ എന്ന്? അല്ലേ? പല വഴികളിൽ സഹിക്കുന്നവരാണ്. ശാരീരികമായി രോഗപീഠകൾ സഹിക്കുന്നവരുണ്ടല്ലോ, ഇല്ലേ? ഒത്തിരി പേരുണ്ട്. വീട്ടിൽ മറ്റുള്ളവരുടെ സഹനം മറ്റുള്ളവർ പലതരത്തിൽ സഹിപ്പിക്കുന്നവരുണ്ടല്ലോ. ഇടവകയിൽ സഹിക്കുന്നവരില്ല, ഇടവക നിങ്ങൾ ആയിരിക്കുന്ന പാരീഷിൽ നിങ്ങൾ വല്ലാണ്ട് ഞെരുങ്ങുന്നു, ഭാരപ്പെടുന്നു. നിങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ നിങ്ങൾ സഹിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, അങ്ങനെ പല സ്ഥലത്ത് സഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. ശ്രദ്ധിച്ചേ, നിങ്ങളുടെ സഹനത്തിന് അർത്ഥമുണ്ടെന്ന് കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഒരു വചനം കൂടെ പഠിക്കാം, അത് പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. 1 Peter chapter 5 verse 10. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം തിരുവചനം. 1 പത്രോസ് 5:10 ഒന്ന് വായിച്ചേ. നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. കണ്ടോ, അതായത് അല്പകാലത്തെ സഹനത്തിന് ശേഷം, നീ ഇപ്പോൾ കടന്നു പോകുന്ന സഹനത്തെ കുറിച്ച് പറയും, ഇതൊരു നിസാരമാണ്, അല്പകാലത്തെ സഹനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ഇപ്പോഴത്തെ സഹനം അല്പകാലത്തേക്ക് മാത്രം. പറഞ്ഞു കൊടുത്തേ. ചിലരുടെ ചിന്ത എന്നാന്നറിയോ? ദൈവമേ, ഈ സഹനം ഇതെന്നേം കൊണ്ടേ പോവുകയുള്ളൂ, എൻ്റെ ജീവിതം പെട്ടി പോണ വരെ ഞാൻ ഇങ്ങനെയാണല്ലോ. അങ്ങനെയല്ല. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ഇത് അല്പകാലത്തേക്കാണ്. സഹനമുണ്ട്, പക്ഷേ ഇത് ഇതിനൊരു പീരീഡ് ഓഫ് ടൈം ഉണ്ടെന്നാ പറയണം. നിശ്ചിത കാലഘട്ടത്തേക്കാണ് ഈ സഹനം. ഇത് നീ കടന്നു പോയേ പറ്റൂ.
എന്തിനാ അങ്ങനെ കടക്കുന്നത്? വചനം പറയുന്നു, നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കും. കണ്ടോ, എന്താക്കും? പൂർണ്ണരാക്കും. രണ്ടാമത്തെ കാര്യം സ്ഥിരീകരിക്കും. സ്ഥിരീകരിക്കും. എന്താണ് രണ്ടാമത്തെ കാര്യം? സ്ഥിരീകരിക്കും. മൂന്നാമത്തെ കാര്യം ശക്തരാക്കും. 3 കാര്യങ്ങൾ സംഭവിക്കും. ഇന്ന് സഹിക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം. ഒന്നാമത്തെ കാര്യം പൂർണ്ണരാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിലാകാത്ത പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ നമ്മൾ കടന്നുപോയ പല കാര്യങ്ങൾ അന്ന് നമ്മൾ ചോദിച്ചു, എന്തിനാ ദൈവമേ ഞാൻ ഇങ്ങനെ സഹിക്കുന്നത്? എന്നാൽ ഇന്ന്, അതായത് കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് മനസ്സിലായി, അത് ശരി, ഞാൻ സഹിച്ചത് അതിനാണല്ലേ. ഇന്ന് നിങ്ങൾ സഹിക്കുന്ന ഓരോ സഹനത്തെക്കുറിച്ച് വചനം പറയുകയാണ്, അതിന് ചില പൂർണ്ണത വരാനുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് അല്പം കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശാന്തമായി സഹിക്കുന്നതിന് പറ്റും. അപ്പൊ നമ്മളെ ഇന്നത്തെ സഹനം എന്ത് ചെയ്യും? പൂർണ്ണരാക്കും. രണ്ടാമത്തെ കാര്യം സ്ഥിരീകരിക്കും. അഷ്വറൻസ്. സ്ഥിരീകരിക്കും. സ്ഥിരീകരിക്കും. ആ വാക്ക് പറഞ്ഞേ, സ്ഥിരീകരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു ബലം കിട്ടുമെന്ന്, നിനക്കൊരു സ്ഥിരത കിട്ടും. നമുക്കില്ലാത്ത കാര്യം എന്താണ്? സ്ഥിരത. സ്ഥിരതയില്ല. നമ്മളിങ്ങനെ ഓട്ടം, സ്ഥിരതയില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഇന്ന് നീ കടന്നു പോകുന്ന ഈ സഹനം നിന്നെ സ്ഥിരപ്പെടുത്തും. മൂന്നാമത്തത്, നിന്നെ ശക്തനാക്കും. യെസ്, യു ബിക്കം പവർഫുൾ പേഴ്സൺ. നീ ശക്തനാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദേ ശ്രദ്ധിച്ചേ, കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന കൃപകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 മേഖലകളിലാണ്. അതിന്റെ 3ാമത്തെ മേഖലയാണ് പറഞ്ഞത്, നമ്മുടെ സഹനത്തിന് കൃത്യമായി ചില അർത്ഥമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കും. 4ാമത്തെ കാര്യം, ക്ഷമിക്കാൻ മനസ്സ് ലഭിക്കും. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ക്ഷമിക്കാൻ കൃപ കിട്ടും. കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ കൃപ കിട്ടും. അതുകൊണ്ടാണല്ലോ ലൂക്കാസ് വിശേഷം 23-ാം അധ്യായം അതിൻ്റെ 34-ാം തിരുവചനത്തിൽ ഈശോ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 23 വേഴ്സ് 34, 34-ാം വചനം. യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. കണ്ടോ, ക്ഷമിക്കാൻ പറ്റി. എപ്പോഴാ? കുരിശിനെ ധ്യാനിച്ചാൽ, കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിനക്ക് ക്ഷമിക്കാനുള്ള വരം കിട്ടും. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ വരുമ്പോൾ നമുക്ക് അരിശവും ദേഷ്യവും വരുന്നു. എന്നാൽ അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും ആ കുടുംബം ഇങ്ങനെ പ്രവർത്തിച്ചല്ലോ, അല്ല ഇത്രയും ഞാൻ അവരെയൊക്കെ പരിഗണിച്ചിട്ട് സ്നേഹിച്ചിട്ടും അവരിങ്ങനെയാണല്ലോ ചെയ്തത്, അവനോട് ക്ഷമിക്കത്തില്ല, അവനോട് അല്ലെ. ചിലർ പറയത്തില്ല, ചത്താലും ഞാൻ ക്ഷമിക്കുകയല്ല എന്നൊക്കെ പറയും. ദേ ശ്രദ്ധിച്ചേ, കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന വലിയൊരു കൃപയാണ് ക്ഷമിക്കാനുള്ള വരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നിനക്ക് ക്ഷമിക്കാനുള്ള വരം കിട്ടും. കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കണം, ക്ഷമിക്കാനുള്ള വരം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5ാമത്തെ കൃപ ഇതാ വചനം പഠിപ്പിക്കുന്നത്, ആത്മീയമായി വളർച്ച. മറ്റൊരു വാക്ക് പറഞ്ഞാൽ വലിയ സമാധാനം കിട്ടും. നന്നായി നീ യേശുവിന്റെ കുരിശിനെ ധ്യാനിക്കുന്നതനുസരിച്ച് നിന്റെ ഉള്ളിലേക്ക് വലിയ സമാധാനം വരാൻ തുടങ്ങും. പീസ്, സമാധാനം വന്നു തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലിയ സ്ട്രഗിൾ പിടിച്ചവരൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങൾ ചെയ്യാവുന്ന ഒരു വലിയ കാര്യമാണ്, സമാധാനം കിട്ടണമെങ്കിൽ കുരിശിന്റെ മുമ്പിൽ വന്നിരുന്ന് ഈശോരെ ഇങ്ങനെ ധ്യാനിച്ചാൽ മതി. ഈശോ കടന്നുപോയ കുരിശിന്റെ വഴിയെ ധ്യാനിച്ചാൽ മതി, സമാധാനം കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എറണാകുളം നഗരത്തിലുള്ള ഒരു ബിസിനസ്സുകാരൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വലിയൊരു പ്രമാദമായ കേസിൽ പെടുത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് പിരിഞ്ഞുപോയി. ഇയാള് ഒരു കെണിയിൽ പെട്ടതാ. വലിയൊരു അപമാനം, നാണക്കേട്. പത്രത്തിലൊക്കെ ആ നാളുകൾ വാർത്തയായിട്ട് വന്നതാണ്. വലിയ ഭാരം. അപ്പൊ അദ്ദേഹത്തിന് എറണാകുളത്ത് സിറ്റിയിൽ തന്നെ ഒരു വലിയ ഷോപ്പൊക്കെ ഉണ്ട്. എന്നാൽ ഈ വലിയ ഭാരം, അപമാനം ഒക്കെ വന്നു. പിന്നീട് അദ്ദേഹത്തെ കോടതിയൊക്കെ വെറുതെ വിട്ടു. പക്ഷെ എങ്കിലും ഈ നാണക്കേടും ഈ ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ പല കഥകളും അങ്ങനെയാണല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു ഏനക്കേട് വന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത എല്ലാ കഥയും നമ്മളെക്കുറിച്ച് പറയും. അപ്പോൾ ദേ ഇയാളെക്കുറിച്ച് ഇല്ലാത്ത കുറേ കഥകളൊക്കെ ഉണ്ടാക്കി
ഭാര്യ പിണങ്ങിപ്പോയി തിരിച്ചു വന്നിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തൊക്കെ വന്നു. അതായത് ഇയാളെ വെറുതെ വിട്ടു. പക്ഷേ ഈ ഒരു അപമാനവും ഭാരവും ഒക്കെ ഇയാളുടെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, അദ്ദേഹത്തിൻ്റെ വലിയ കമ്പനിയാണ്, ആ ഓഫീസിൽ ഇയാൾ തിരിച്ചു വന്നു. സാവധാനം ജീവിതം തിരിച്ച് പച്ച പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒരിക്കലും ഇദ്ദേഹത്തെ അവിടെ ഇങ്ങനെ കടന്നു പോകുന്നൊരു സാഹചര്യമാണെന്നത് കണ്ട് ഒരു ആത്മീയമായ ബലം കൊടുക്കണമെന്നൊക്കെ പരിശുദ്ധാത്മാവ് തന്നൊരു പ്രചോദനത്താൽ ഇദ്ദേഹത്തെ കാണാൻ പോയി. ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, സഹോദര, ഇത് നാട്ടുകാർ മുഴുവൻ താങ്കളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നു, ഇങ്ങനെ പലതും പറയുന്നു, പല അവസ്ഥയിലൂടെയാണല്ലോ കടന്നു പോകുന്നതും. അപ്പോൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? അപ്പോൾ ഇയാൾ എന്നെ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നും ചെല്ലാനായിട്ട് പറ്റിയൊരവസ്ഥയല്ല. എൻ്റെ മനസ്സ് അത്ര പാകപ്പെട്ടിട്ടില്ല. കാരണം എനിക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ്. നീണ്ട പ്രാർത്ഥനകളൊന്നും ചെല്ലാൻ പറ്റുന്നില്ല. അച്ഛൻ വാ, ഞാൻ കാണിച്ചാൽ. ഇയാളുടെ ഓഫീസിൻ്റെ തൊട്ടു പുറകിൽ, ഇയാളുടെ ഓഫീസിനോട് ചേർന്നുള്ള ചെറിയ ക്യാബിൻ്റെ പുറകിൽ ചെറിയൊരു കുഞ്ഞു മുറി, അവിടെ വലിയൊരു തൂങ്ങപ്പെട്ട ഈശോയുടെ രൂപം. എന്നോട് ഇദ്ദേഹം പറഞ്ഞത്, അച്ഛാ, ഞാൻ എല്ലാ ദിവസവും ഞാൻ ഈ ക്യാബിൻ്റെ പുറകിലുള്ള ഈ മുറിയിൽ വന്ന് ഈ തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ ഈശോനെ നോക്കിക്കൊണ്ടിരിക്കും. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, വലിയ സമാധാനം. അച്ഛാ, എനിക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അതുപോലത്തെ സമാധാനം എനിക്ക് കിട്ടും. ഇതാണ് അച്ഛാ ഇന്നത്തെ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ട് നടക്കുന്നത്. എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വലിയ സമാധാനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവസ്ഥ എത്ര കഠിനമാണെങ്കിലും, എത്ര വലിയ കുഴിക്കകത്താണെങ്കിലും, രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം ഞെരുക്കത്തിലാണെങ്കിലും, ഇതാ നമ്മുടെ മുമ്പിൽ ഈശോ നമുക്ക് നല്ല ഒരു വഴി തുറന്നു തരുവാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? തൂങ്ങപ്പെട്ട ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. യേശു സഹിച്ച വഴികളെ ധ്യാനിച്ചാൽ നമ്മുടെ മുമ്പിൽ അത്ഭുതകരമായി സമാധാനം വന്ന് നിറയും.